ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ XXL സൈസിലുള്ള സൈഡ് ഓപ്പൺ കുർത്തി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. തുടക്കക്കാർക്ക് പോലും ഈ കുർത്തി വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. കുർത്തി തയ്ക്കാനായിട്ട് ഞാനിവിടെ 2 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അളവിന് വേണ്ടിയിട്ട് ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അളവിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവുന്ന ടോപ്പോ കുർത്തിയോ എന്താ ഉള്ളത് വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള തുണി ഒന്ന് 4ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി 2ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഇതിനെ ഞാൻ ഒന്നും കൂടി മടക്കിയിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ നല്ല വശത്തേക്കായിട്ടാണ് മടക്കി കൊടുക്കുന്നത്. നിങ്ങൾ ചീത്ത വശത്തേക്കായിട്ട് മടക്കി കൊടുക്കുക. മാർക്കിംഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നല്ല വശത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നത്. എല്ലാ സൈഡും കറക്റ്റായി വരുന്നത് പോലെ 4ആയിട്ട് മടക്കി കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ ഡിസൈൻസ് ഒക്കെ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ ഡിസൈൻസ് വ്യത്യാസമുണ്ടെങ്കിൽ അത് ആദ്യം ലെങ്ത് അളന്നിട്ട് കട്ട് ചെയ്തിട്ട് ഡിസൈൻ ഒരേപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായി 4ആയി മടക്കിയതിന് ശേഷം ഞാനിവിടെ അളവിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. ഈ അളവിൻ്റെ ടോപ്പിൽ എത്രയാണ് ലെങ്ത്ത് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ 43 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. പ്ലസ് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് താഴത്തോട്ട് വേണം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ കൂടി വേണം. അങ്ങനെ 44.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എടുത്തിരിക്കുന്ന കുർത്തിയിൽ എത്രയാണോ ലെങ്ത് ഉള്ളത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് താഴെ എക്സ്ട്രാ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തു. പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അളവിൻ്റെ ടോപ്പിൽ എത്രയാണ് നെക്കിൻ്റെ വിഡ്ത്ത് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ 7 ഇഞ്ചാണ് ടോട്ടൽ വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി വേണം നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച് വരും. അപ്പോൾ അത് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ ഇറക്കം എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ചാണ് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നെക്ക് റൗണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ റൗണ്ടായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം. അതിന് മുൻപായിട്ട് ഞാനിവിടെ ബാക്ക് നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അളവിൻ്റെ ടോപ്പിൽ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് ഉള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഉള്ളതും കൂടി കൂട്ടിയിട്ട് ഞാൻ 7 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ബാക്ക് നെക്ക് ലെങ്ത്. അതിനുശേഷം ബാക്ക് നെക്കും റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. ഇവിടെ 2.25 ഇഞ്ചാണ് ഷോൾഡർ ഉള്ളത്. പ്ലസ് 1/2 ഇഞ്ച് കൈ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് അടക്കം ഞാനൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി എത്രയുണ്ടെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ നിന്നും കൈക്കുഴിയുടെ അവിടേക്ക് എത്രയാണ് ലെങ്ത് ഉള്ളതെന്ന് ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് നോക്കുക. 7 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത് കിട്ടും. 7 ഇഞ്ച് തന്നെയാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് കൈക്കുഴിയുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഈ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും. അതിനുശേഷം ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അളവിൻ്റെ ടോപ്പ് എടുക്കാം. അളവിൻ്റെ ടോപ്പിൽ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം. കൈക്കുഴിയുടെ തൊട്ട് താഴെ വെച്ചിട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കേണ്ടത്. ഇവിടെ 22 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി വേണം നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 11 ഇഞ്ച് വരും. പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഞാൻ ഷേപ്പ് ലെങ്ത്ത് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അളവിൻ്റെ ടോപ്പിൽ ആ 7.5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ 21 ഇഞ്ചാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഈ 21ൻ്റെ പകുതിയാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10.5 ഇഞ്ച് വരും. പ്ലസ് 2 ഇഞ്ച് ഞാൻ അവിടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓപ്പൺ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ അളവിൻ്റെ ടോപ്പ് എടുക്കുക. അളവിൻ്റെ ടോപ്പിൽ ഷോൾഡറിൻ്റെ അവിടെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് താഴത്തോട്ട് എത്ര ഇഞ്ചിലാണ് ഓപ്പൺ ഉള്ളതെന്ന് നോക്കണം. ഇവിടെ 22 ഇഞ്ചിലാണ് ഓപ്പൺ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഉള്ളത് വിട്ടിട്ട് താഴത്തോട്ട് 22 ഇഞ്ച് ഓപ്പൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി ആ ഓപ്പൺ വരുന്നിടത്ത് എത്രയാണ് വിഡ്ത്ത് ഉള്ളതെന്ന് നോക്കണം. അതായത് ഹിപ്പ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 22 ഇഞ്ച് തന്നെയാണ് ഹിപ്പ് വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് 1.5 ഇഞ്ച് ഞാനിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ലിറ്റ് തയ്ക്കാനായിട്ട് 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ, അഥവാ 3/4 ഇഞ്ച് മതി. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് തുണി കുറച്ചധികം ഇല്ലെങ്കിൽ കറക്ഷൻ വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഇനി അളവിൻ്റെ ടോപ്പിൽ ഏറ്റവും താഴത്തെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 24 ഇഞ്ചാണ് താഴത്തെ വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ 24ൻ്റെ പകുതി 12 ഇഞ്ച് മാർക്ക് ചെയ്യണം. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അതിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടുന്ന് താഴത്തോട്ട് സ്കെയിലോ ടാപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വരുന്നത് പോലെ വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ നമ്മൾ അളവിനെടുത്തിട്ടുള്ള ടോപ്പിനെ അതേപോലെ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കട്ട് ചെയ്താൽ നമുക്ക് നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ കൂടിപ്പോകും കുറച്ച്. അതുകൊണ്ടാണ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്നത് പോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നെക്കിൻ്റെ വീതിയും നീളവും കൂടിയാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യാം. ഇനി സ്ലീവ്സ് ആണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി ഇവിടെ 4 ആയിട്ട് തന്നെ മടക്കിയിട്ടാണ് ഉള്ളത്. ആദ്യം അളവിൻ്റെ ടോപ്പിൽ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം. ടാപ്പ് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ 4.25 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഉള്ളത്. പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് വേണം. പ്ലസ് 1/2 ഇഞ്ച് സ്ലീവ്സും ഷോൾഡറും ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനിവിടെ 5.25 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സ്ലീവ്സിൻ്റെ ലൂസ് എത്രയാണെന്ന് നോക്കാം. ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ 7 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലൂസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് 7 ഇഞ്ച് സ്ലീവ്സിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ 7 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂട്ടിയിട്ട്
9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവിടുന്ന് താഴത്തോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ്സ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുൻപേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.25 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ആദ്യം ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് പീസുകൾ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് ഇതുപോലെ നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കിന്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഈ ക്രോസ് പീസിനെ ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം. ഇതുപോലെ രണ്ടിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കുക. രണ്ട് ഷോൾഡറും ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഞാനിവിടെ 1/2 ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് തുടങ്ങുകയാണ്. സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് സെൻറ്ററിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് സൈഡിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട്. പക്ഷെ അത് എനിക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറില്ല. എനിക്കിതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മെത്തഡാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സ്ലീവ്സ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ കുർത്തിയുടെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം.
ഓപ്പൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിനുശേഷം അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് മുകളിലോട്ട് വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് മുൻപ് ഞാനിവിടെ 1.5 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1.5 ഇഞ്ച് എക്സ്ട്രാ ഉള്ളത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കറക്ഷൻ ഒന്നും വരുത്താനില്ല. ചില കുർത്തീസ് തയ്ച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് 2 സൈഡിലും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റായിട്ട് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ സൈഡിലൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റ് അല്ല എങ്കിൽ സ്ലിറ്റ് തയ്ക്കാൻ നേരത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാം ഈ എക്സ്ട്രാ ഉള്ളത്. ഇനി സ്ലിറ്റ് തയ്ച്ചെടുക്കാം. 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് സ്ലിറ്റ് തയ്ക്കേണ്ടത്. എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് തന്നെ സ്ലിറ്റ് തയ്ച്ചെടുക്കണം. ഇല്ലെങ്കിൽ തയ്ച്ചു കഴിയുമ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഞാൻ സ്ലിറ്റ് തയ്ച്ചെടുത്തു. അതിനുശേഷം കുർത്തിയുടെ ഏറ്റവും താഴത്തെ സൈഡ് 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ കുർത്തിയുടെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോപ്പിന്റെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാട്ടോ. താങ്ക്